ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദൈവത്തിൻ്റെ ഈ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ ഇന്ന് ഉയർന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ഒരു വലിയ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ, പ്ലാനുകൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ആ വലിയ കാര്യങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ നിവർത്തിയാക്കാൻ പോവുകയാണ്. ഇന്ന് പലരുടെയും ജീവിതത്തിൽ അത് നിവർത്തിയാകാനായിട്ട് പോവുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ കോ സ്പോൺസേഴ്സ് ഒമാനിൽ നിന്ന് അജി ആൻഡ് ലെംനയാണ്. താങ്ക് യു ബ്രദർ അജി ആൻഡ് ലെംന. അജിക്ക് ആക്സിഡൻറ്റിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അത്ഭുതകരമായിട്ടുള്ള വിടുതലാണ് കർത്താവ് നൽകിയത്. എന്നാൽ തുടർന്നും പൂർണ്ണമായ വിടുതലുണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആന്തരികവും ശാരീരികവുമായ രോഗസൗഖ്യം ലഭിക്കട്ടെ. അതുപോലെ ജീവിതത്തിലും സാമ്പത്തികമായ മേഖലയിലും റെസ്റ്റോറേഷൻ ഉണ്ടാകട്ടെ. മാതാപിതാക്കൾക്ക് ദൈവികമായ ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടുത്തതൊരു വെൽവിഷനാണ്. തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്നാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അയൽവാസികൾ രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ, ആത്മീകമായിട്ട് വളരുവാനുള്ള ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഉണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ ആഴ്ചയിലെ 2 പ്രധാനപ്പെട്ട മീറ്റിംഗ് ഈ വെള്ളിയാഴ്ച നമ്മുടെ പ്രധാനമായിട്ട് നടക്കുന്ന മീറ്റിംഗ് ദുബായിൽ വെച്ച് നടക്കുന്നു. ശനിയാഴ്ച ഖത്തറിൽ വെച്ച് നടക്കുകയാണ്. എല്ലാവരും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. നമുക്ക് ഫിലിപ്പി ലേഖന പഠനം തുടരാം. 4-ാം അധ്യായത്തിലാണ് നമ്മളിപ്പോൾ. ഇന്നലെ ആദ്യത്തെ ചില വചനങ്ങൾ നമ്മൾ വായിച്ചു. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരുപക്ഷെ നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ വായിക്കുന്നത് നല്ലതാണ്. എനിക്കറിയാം നിങ്ങളിൽ പലരും ഇതല്ലാതെ ഒരുപക്ഷെ പേഴ്സണലി ഇരുന്ന് വായിക്കാൻ സാധ്യത കുറവാണ്. വായിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. പ്രിയമുള്ളവരെ, കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യുവോദ്യയെയും സുന്ദുക്കയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കും. അടുത്ത വചനമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. 4, 5, 2 വചനങ്ങൾ. ഇതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പൊന്ന് പറഞ്ഞോട്ടെ, ഇന്നലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് 4-ാം അധ്യായത്തിൽ ആ തുടക്കത്തിൽ തന്നെ, അല്ലെങ്കിൽ 4-ാം അധ്യായത്തിൽ മൊത്തം അദ്ദേഹം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഡിസിപ്ലിൻ, അതുപോലെ യൂണിറ്റി. നമ്മൾ സഭയ്ക്കകത്തെ, കൂട്ടായ്മക്കകത്തെ യൂണിറ്റി വേണം. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. എത്ര നല്ല സഭയെന്ന് പറഞ്ഞാലും, എത്ര നല്ല ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാലും, മനുഷ്യരായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ കാണും. യേശു കർത്താവ് തുടങ്ങിയ ആദ്യത്തെ ലീഡർഷിപ്പ് കമ്മ്യൂണിറ്റിയിൽ 12 ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവർ തമ്മിൽ കലഹങ്ങളുണ്ടായിരുന്നു. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ഭാവവും ചിന്തയും തർക്കങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ കർത്താവ് ഭയങ്കരമായി അതിന് കർത്താവ് ശാസിക്കുകയും താൻ തന്നെ അവരുടെ ഇടയിൽ അവരുടെ കാലുകളെ കഴുകി അവരുടെ ഒരു ദാസനെ പോലെ താഴ്ന്ന പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അപ്പം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം അടുക്കും ചിട്ടയോടുകൂടെ ഈ അധ്യായത്തിൽ പറഞ്ഞു വരികയാണ്. അതിനിടയിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെന്താണ്? 2 ലേഡീസ് തമ്മിൽ പ്രശ്നമുണ്ടായി. യുവോദ്യ ആൻഡ് സുന്ദുക്ക, ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായി. പക്ഷെ അവരെ ചർച്ചിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. കാരണം പൗലോസിനോടൊപ്പം സുവിശേഷ ഘോഷണത്തിൽ വളരെ അധ്വാനിച്ച 2 സ്ത്രീകളാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു,
നോർമലി അവിടുത്തെ സ്ത്രീകൾക്ക് പബ്ലിക് ലൈഫ് ഇല്ല. പക്ഷേ ഇവിടെ ഈ ഫിലിപ്പിയിൽ സഭ തുടങ്ങിയത് പോലും ഒരു സ്ത്രീ മുഖാന്തരമാണ്. ലിഡിയ അല്ലെങ്കിൽ ലുദിയ എന്നു പേരുള്ള ഒരു സ്ത്രീ മുഖാന്തരമാണ് ഈ സഭ ആരംഭിക്കാൻ കാര്യം. അതൊരു ലേഡീസ് പ്രയർ ഗ്രൂപ്പായിരുന്നു. ആ ലേഡീസ് പ്രയർ ഗ്രൂപ്പിലുള്ളവർ രക്ഷിക്കപ്പെട്ടാണ് ഫിലിപ്പ് സഭ ലുദിയയുടെ വീട്ടിൽ തുടങ്ങുന്നത്. അവളൊരു ബിസിനസ് വുമണായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ കാണുന്നത് കാരാഗൃഹ പ്രമാണി, ഇവരെ കൊണ്ടുപോയി ജയിലിലിട്ടപ്പോൾ കാരാഗൃഹ പ്രമാണി രക്ഷിക്കപ്പെട്ട ആ കുടുംബം കർത്താവിനോട് ചേർന്നു. അങ്ങനെ അവരും സഭയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സഭ വളരുന്നു. ഒത്തിരി സ്ത്രീകൾ അതല്ലാതെയും രക്ഷിക്കപ്പെട്ടു. അവർ രക്ഷിക്കപ്പെടുക മാത്രമല്ല, അവർ ഭയങ്കരമായി പൗലോസിനോടൊപ്പം സുവിശേഷ ഘോഷണത്തിൽ ശക്തമായി പ്രയോജനപ്പെട്ടവരാണ്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ സഭയായി അടുത്ത കാലം വരെ അറിയപ്പെട്ടിരുന്ന ദക്ഷിണ കൊറിയയിലെ യോയിഡോ ഫുൾ ഗോസ്പൽ ചർച്ച് വാസ്തവത്തിൽ യോങ്കിച്ചോ സ്ഥാപിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ മദർ ഇൻ ലോ ആയ ജഷീൽ ചായ് എന്ന് പറയുന്ന ഒരു ലേഡിയാണ് അത് സ്ഥാപിച്ചത്. അപ്പോൾ അന്നും ഇന്നും എന്നും പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും പല സ്ത്രീകളെയും കർത്താവ് ശക്തമായി കൈകളെടുത്ത് ഉപയോഗിക്കാറുണ്ട്. ചിലരൊക്കെ വിശ്വസിക്കുന്ന സ്ത്രീകൾ ശുശ്രൂഷിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ യേശു കർത്താവ് സ്ത്രീകളെ തൻ്റെ മിനിസ്ട്രി ടീമിൽ എടുത്തിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-1 വരെ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാം യേശു കർത്താവ് സ്ത്രീകളെയും കൂട്ടത്തിൽ കൂട്ടിയിരുന്നു. അതുപോലെ തന്നെ ആദിമ ക്രൈസ്തവ സഭയിലും സ്ത്രീകൾക്ക് ശുശ്രൂഷ ഉണ്ടായിരുന്നു. ലേഖനങ്ങളിലൊക്കെ അത് റിഫ്ലക്റ്റഡ് ആണ്. അപ്പസ്തോല പ്രവൃത്തികളിൽ റിഫ്ലക്റ്റഡ് ആണ്. അപ്പലോസ്, പ്രിസില്ല, അങ്ങനെ അവർ ദമ്പതികളായിട്ട് ഫാമിലിയായിട്ട് ശുശ്രൂഷിച്ച പലരെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ സ്ത്രീകളുടെ പേരുകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. സുവിശേഷ ഘോഷണത്തിൽ പ്രയോജനപ്പെട്ട അതിലൊരു ജൂലിയ ഒരു ജുനിയ എന്നു പേരുള്ളൊരു ലേഡി, അത് ഒരു അപ്പസ്തോലിക ശുശ്രൂഷ ഉണ്ടായിരുന്നൊരു സ്ത്രീയായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ പല ഡിനോമിനേഷൻസിനും ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഉള്ളതുപോലെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ഈ രണ്ട് സ്ത്രീകൾ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ അതിൻ്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം കൊടുക്കുകയാണ്. സോ ഞാൻ ഇന്നലെ എങ്ങനെയാണ് ട്രബിൾ ഷൂട്ടിംഗ് നടത്തേണ്ടത് എന്നൊക്കെ ഇന്നലെ 1, 2, 3 എന്നൊക്കെ തന്നിരുന്നു. എനിവേ ഇന്ന് നമ്മൾ ഈ വായിച്ച ഭാഗത്തേക്ക് വരാം. അവിടെ സമാധാനം, സന്തോഷം, ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത്. സമാധാനവും സന്തോഷവും. ഇത് നോർമലി നമ്മൾ ശരിക്കും അനലൈസ് ചെയ്ത് ചിന്തിക്കുവാണെങ്കിൽ എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുന്നതും ഒരു തരത്തിൽ പറഞ്ഞൊരു സമാധാനവും സന്തോഷവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദുഃഖം കിട്ടാൻ വേണ്ടി ഒരു കാര്യം മനഃപൂർവ്വമായി ആരെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഹൃദയത്തിലൊരു സമാധാനവും സന്തോഷവും കിട്ടാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. നിരീശ്വരവാദികളപ്പോൾ എങ്ങനെ ആയിരിക്കും അവർക്ക് സമാധാനം കിട്ടുക? അവരും ഈ നിരീശ്വരവാദം അവരിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോലും അവർ ചിന്തിക്കുകയാണ്, ഈ ദൈവത്തെ അങ്ങ് എടുത്ത് ജീവിതത്തിൽ നിന്ന് കളഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് പാപം ചെയ്യാൻ പറ്റില്ല, ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ന്യായവിധി ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരും, ദൈവം ഉണ്ടെങ്കിൽ നരകമുണ്ട് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരും, ഞാൻ ഈ കുരുത്തക്കേട് കാണിക്കേണ്ടി നരകത്തിൽ പോകേണ്ടി വരും. അപ്പോൾ ഇതില്ല എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. അങ്ങനെയാണ് നിരീശ്വരവാദത്തിലേക്ക് ആളുകൾ പോകുന്നത്. അത് ബൗദ്ധികമായി ഉന്നതമായൊരു ചിന്തയാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ C.S. ലൂയിസ് എന്നൊരു വലിയൊരു ദേവദാസനുണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു സാഹിത്യകാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ നിരീശ്വരവാദം എന്ന് പറയുന്ന ഈ സാധനം പിശാച് പോലും എടുക്കാത്ത സാധനമാണ്. കാരണം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, പിശാചുക്കൾ പോലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനെ അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ട് ഒത്തിരി മണ്ടന്മാർ അതിൻ്റെ പുറകെ പോവുകയാണ്. C.S. ലൂയിസ് എഴുതിയ കാര്യമാണ് ഞാനീ പറഞ്ഞത്. എക്സാക്റ്റ് വേർഡ്സ് അല്ലെങ്കിലും ആശയമാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. പിശാച് പോലും നിരീശ്വരവാദം എന്ന് പറയുന്ന ഐഡിയ സ്വീകരിച്ചിട്ടില്ല. കാരണം പിശാച് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവസാന്നിധ്യം വരുമ്പോൾ, യേശുവിൻ്റെ നാമം പറയുമ്പോൾ പിശാചുക്കളെ വിറക്കാൻ തുടങ്ങും. അപ്പോൾ പിശാചിന് പോലും വേണ്ടാത്തൊരാശയമാണ് നിരീശ്വരവാദം. ബൈബിളിൽ 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ദൈവം ഇല്ല എന്ന് മൂഢൻ, ഫൂൾ, തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മൂഢന്മാർക്ക് മാത്രമേ, മഠയന്മാർക്ക് മാത്രമേ, മണ്ടന്മാർക്ക് മാത്രമേ,
ബുദ്ധി പ്രവർത്തിക്കാത്തവർക്ക് മാത്രമേ ദൈവമില്ല എന്ന് പറയാൻ പറ്റൂ. ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. കാരണം ഈ കാണുന്നതിൻ്റെ എല്ലാം പുറകിൽ ഒരു കാരണം ഉണ്ടാകണമല്ലോ. കാണുന്ന എല്ലാത്തിൻ്റെയും പുറകിലൊരു കാരണം ഉണ്ടാകണം, ഒരു കാരണഭൂതൻ ഉണ്ടാകണം. അതാണ് ദൈവം. പക്ഷെ ദൈവത്തെ എല്ലാവർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ദൈവമല്ല. നമ്മുടെ ചിന്തകൾക്കും ബുദ്ധിക്കും എല്ലാം അപ്പുറത്താണ് ദൈവം എന്ന് പറയുന്നത്. ഈ സ്പോർട്സിൽ പോകുന്ന ആളുകൾ എന്തിനാണ് ഈ സ്പോർട്സിലും ഗെയിംസിലൊക്കെ പോയി കളിക്കുന്നത്? അവരുടെ അകത്തൊരു സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി. ജോലി ചെയ്യുന്നത്, ഹോബി, ഔട്ടിങ്, വിനോദയാത്രയ്ക്ക് പോകുന്നത്, ഇതെല്ലാം സമാധാനം കിട്ടാനാണ്. ആത്മഹത്യ ചെയ്യുന്നത് പോലും സമാധാനം കിട്ടാനാണെന്നറിയോ? അവർ ചിന്തിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നവർ ചിന്തിക്കുന്നത്, ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ ഈ പ്രശ്നം അങ്ങ് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഏറ്റവും ബേസിക്കായി മനുഷ്യൻ്റെ വേണ്ട ഒരു ഇമോഷണൽ നീഡാണ് സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമല്ല. അതിൻ്റെ പരിപാടിയാണ് ഇനി അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. 4-ാം വചനത്തിൽ 4:4 ഫിലിപ്പ് ലേഖനം, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് ഐ വിൽ സേ ഇറ്റ് അഗെയിൻ റിജോയ്സ്. കർത്താവിൽ സന്തോഷിപ്പിൻ, എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, സന്തോഷിപ്പിൻ. അപ്പോൾ 3-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഇത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, സന്തോഷിക്കാൻ. 4-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തുടങ്ങി വരുമ്പോഴും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ദിസ് റിജോയ്സിങ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഔട്ട്വേർഡ് സർക്കംസ്റ്റാൻസസ്. ഈ കർത്താവിൽ സന്തോഷിപ്പിൻ, കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പറയുന്ന ഈ സന്തോഷം അതൊരിക്കലും പുറമേയുള്ള നമ്മുടെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല. ഒത്തിരി പേര് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സാഹചര്യങ്ങൾ, അന്തരീക്ഷമൊക്കെ ശരിയാണെങ്കിൽ എനിക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. എന്നാൽ യൂഷ്വലി ഹാപ്പി സർക്കംസ്റ്റൻസസ് മേക്ക് അസ് ഹാപ്പി ആൻഡ് സാഡ് സർക്കംസ്റ്റൻസസ് മേക്ക് അസ് സാഡ്. എപ്പോഴും ഓർക്കേണ്ടത്, സന്തോഷമുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. സന്തോഷമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. ഇതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ. ബട്ട് ആസ് വി ഗ്രോ ഇൻ ടു സ്പിരിച്വൽ മെച്യൂരിറ്റി അവർ സോഴ്സ് ഓഫ് ജോയ് വിൽ ബി ദ ലോർഡ്. എന്നാൽ നമ്മൾ ആത്മാവിൽ വളരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സന്തോഷത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് കർത്താവായിരിക്കും. സാഹചര്യങ്ങളല്ല, കർത്താവാണ് സന്തോഷത്തിൻ്റെ ഉറവിടം. തെളിവ്, ഇപ്പോൾ പൗലോസ് കിടക്കുന്ന സാഹചര്യം, അദ്ദേഹം തടങ്കലിലാണ്. ഒരു റോമൻ പടയാളി എല്ലായ്പ്പോഴും ഉണ്ട്. വിസിറ്റേഴ്സ് വരുന്നു. എങ്ങും സഞ്ചരിക്കാൻ സാധ്യമല്ല. കപ്പലിലും നടന്നും കുതിരപ്പുറത്തും ഒക്കെയായി അനേക രാജ്യങ്ങളിൽ പോയ ഒരു അപ്പസ്തോലൻ ഇപ്പോൾ ജയിലിൽ കിടക്കുക. സന്തോഷിക്കാനുള്ള ഒരു വകുപ്പും ഇല്ല. എന്നാൽ ജയിലിൽ കിടന്ന സമയത്ത് അവരുടെ വായിൽ നിന്ന് വന്ന സ്തുതിയായിരുന്നു. സന്തോഷത്തിൽ നിന്നാണ്, നന്ദിയിൽ നിന്നൊക്കെയാണല്ലോ ഈ ദൈവത്തോടുള്ള ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്. ഇനി ഈ ഫിലിപ്പിയർ മൊത്തം, ആ സഭ മൊത്തവും വലിയ പ്രശ്നത്തിലൂടെ പോവുകയാണ്. അതിന് നടുവിലും അവർക്ക് സന്തോഷം, അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ എഴുതുമ്പോൾ അവരോട് പറയുക, സന്തോഷിക്കുക, പക്ഷേ കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലാണെങ്കിൽ ഒരു കുടിലിലായാലും അവർക്ക് സന്തോഷം ഉണ്ടാകും, കൊട്ടാരത്തിലായാലും സന്തോഷം ഉണ്ടാകും, ഫ്ലാറ്റിൽ ജീവിച്ചാലും സന്തോഷം ഉണ്ടാകും, ഇൻഡിപെൻഡൻറ്റ് വില്ലയിൽ ജീവിച്ചാലും സന്തോഷം ഉണ്ടാകും. കാരണം അവർ തമ്മിലുള്ള വലിയ സ്നേഹബന്ധം പലതും മറക്കുമാറാക്കും. കാരണം ജീവിതം അങ്ങ് പങ്കുവയ്ക്കുകയാണ്. എന്ത് കഷ്ടത വന്നാലും പ്രശ്നം വന്നാലും ഒരുമിച്ചുണ്ടല്ലോ. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ രണ്ട് ലവേഴ്സ് തമ്മിൽ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇഫ് വി ആർ വിത്ത് ദ റൈറ്റ് പേഴ്സൺ വി വിൽ ബി ജോയ്ഫുൾ. സാഹചര്യമല്ല ഇവിടുത്തെ വിഷയം. ആ സാഹചര്യത്തിലും ശരിയായ ഒരു ജീവിത പങ്കാളി കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് കൂടെ ഉണ്ടെങ്കിൽ, പലപ്പോഴും ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ തകർന്നു പോകും. സോ ദ പ്രസൻസ് ഓഫ് വൺ പേഴ്സൺ മേക്സ് ദി അതർ ഹാപ്പി. അപ്പോൾ എല്ലാവരുടെ കാര്യത്തിലല്ല, ഒരു നല്ല വ്യക്തിത്വമാണെങ്കിൽ, സന്തോഷമുള്ള വ്യക്തിത്വമാണെങ്കിൽ, എൻകറേജ് ചെയ്യുന്ന വ്യക്തിത്വമാണെങ്കിൽ, കൂടെ നിൽക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ, അയാളുടെ സാന്നിധ്യം നമ്മെ സന്തോഷിപ്പിക്കും.
സോ ഇറ്റ് ഈസ് ദ ലോർഡ്സ് പ്രസൻസ് ദാറ്റ് ഗിവ്സ് us ജോയ്. അങ്ങനെ നോക്കുമ്പോൾ സാഹചര്യങ്ങളല്ല, കുടിലാണോ കൊട്ടാരമാണോ കാരാഗൃഹമാണോ എന്നതല്ല, പകരം ദൈവം നമ്മോട് കൂടെ ഉണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കുടിൽ കൊട്ടാരമാവും. അതിനേക്കാൾ വലിയ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ വന്നു എന്നറിയും. റോമാലേഖനം 14:17 എല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗമാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും അത്രേ. അവിടെ സമാധാനവും സന്തോഷം വരുന്നത് കണ്ടോ? അപ്പോൾ ഫിലിപ്പി ലേഖനം 4:4 റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൽ എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ. ഒരു സംഭവ കഥ നിങ്ങളോട് പറയാം. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ പല വശങ്ങൾ. കോറി ടെൻ ബൂം എന്നൊരു സഹോദരിയെക്കുറിച്ച് നിങ്ങൾ കേട്ടുകയാണ്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹിറ്റ്ലറുടെ കാലത്ത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, നാസി ക്യാമ്പിൽ അവർ ജയിലിൽ അടക്കപ്പെട്ടു. അതിന് കാരണം അവരുടെ വീട്ടിൽ, എനിക്ക് തോന്നുന്നു അവരുടെ വീടെന്ന് പറഞ്ഞ ഒരു വാച്ച് റിപ്പയറിംഗ് ഒക്കെ നടക്കുന്ന ഇവളുടെ ഫാദർ, കോറി ടെൻ ബൂമിൻ്റെ ഫാദറൊക്കെ വാച്ച് റിപ്പയറോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. എനിവേ, ആ കാലത്ത് യഹൂദന്മാരെ മുഴുവൻ വേട്ടയാടി കൊല്ലുകയാണ്. 60 ലക്ഷം യഹൂദന്മാരെയാണ് കുറഞ്ഞത് ആ കാലത്ത് ഹിറ്റ്ലർ കൊന്നത്. ഹോളോകോസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ കാലത്ത് അവരുടെ വീട്ടിൽ കുറേയധികം യഹൂദന്മാരെ അവർ ഹൈഡ് ചെയ്ത് വെച്ചു. അവർ ഹിറ്റ്ലർ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാനും കൊന്നുകളയാതിരിക്കാനും വേണ്ടി പല യഹൂദന്മാരെ ഇവരുടെ വീട്ടിൽ അവർ ഒളിപ്പിച്ചു. ഇവർ യഹൂദന്മാരല്ല, ഇവരുടെ വീട്ടിൽ ഒളിപ്പിച്ച് നിർത്തി. അങ്ങനെ ഒളിപ്പിച്ച് നിർത്തി ഒരു സമയത്ത് അത് പിടിക്കപ്പെട്ടു. ഇത് ഇൻഫർമേഷൻ ലീക്കായി. പോലീസ് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്ത് നാസി ക്യാമ്പിൽ കൊണ്ടുപോയിട്ടു. ഇവരെന്ന് വെച്ചാൽ ഒരു നല്ല വീട്ടിൽ ജനിച്ചു വളർന്ന 2 പെൺപിള്ളേരാണെന്ന് ഓർക്കണം. അപ്പോൾ അവളുടെ സിസ്റ്റർ ബെറ്റ്സി കൂടെ ഉണ്ട്. കോറിയും ബെറ്റ്സിയും ഉണ്ട്. ഇവർ 2 പേരെയും കൊണ്ടുപോയി പട്ടാള ബാരക്കിലൊക്കെ ഉള്ള പ്രത്യേകമായ തടവിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. അവിടെ ഈ ബാരാക്സ് മുഴുവൻ ഒരു തരം പ്രത്യേക ഫ്ലീസ്, ഒരു പ്രത്യേക തരത്തിലുള്ള ഈ കടന്നൽ പോലെ കുത്തുന്ന എന്തൊരു ബഗ് പോലെയുള്ള ഒരു ഇൻസെക്റ്റാണ്, ഒരു കീടമാണ്, ക്ഷുദ്രജീവിയാണ്. അത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. അപ്പോൾ പശുക്കളെയും അതിന് മൃഗങ്ങളെയൊക്കെ കടിക്കുന്ന ഒരു സാധനമാണ് ഫ്ലീസ്. അത് ഇപ്പം ഇവരിങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്ത്, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, ബെറ്റ്സി ഇളയ സിസ്റ്റർ കോറിയോട് പറയുവാണ്, നമ്മളിപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ കൊതുകടി ഉണ്ടെന്നിരിക്കട്ടെ, ഭയങ്കരമായ കൊതുക് രാത്രി കടിക്കുകയാണ്. അപ്പോൾ കൊതുകടി കൊള്ളുന്ന സമയത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുമോ? കർത്താവേ, കൊതുകടിക്കായി നന്ദി പറയുന്നു, കൊതുകടിക്കായി നന്ദി പറയുന്നു, അങ്ങനെ പറയൂ? നോ. അതുപോലെയാണ് ഈ ഫ്ലീസ് വന്ന്, ഈ ക്ഷുദ്രജീവികൾ വന്ന് ഇവരെ ഈ ബാറാക്ക് മുഴുവൻ വന്ന് പൊതിയുമ്പോൾ ബെറ്റ്സി മൂത്തയാൾ കോറിയോട് പറയുക, നമുക്ക് ദൈവത്തിന് നന്ദി പറയാമെന്ന് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ കോറി പറഞ്ഞു, നോ, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ദൈവത്തിന് വേണമെങ്കിൽ ഈ ഫ്ലീസ് അങ്ങ് എടുത്ത് മാറ്റിക്കൂടെ, അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് നമ്മളെ ഇങ്ങനൊരു അറസ്റ്റ് ചെയ്യാൻ ഇടയാക്കി? അവൾക്കത് യോജിക്കാൻ കഴിഞ്ഞില്ല. ഇത് ശരിയല്ല, നോ, നല്ലൊരു കാര്യം ചെയ്തിട്ട് അവസാനം ജയിലിൽ പിടിച്ചിട്ടിരിക്കുക, കർത്താവ് എന്തുകൊണ്ട് ഞങ്ങളെ കാത്തില്ല? ഇങ്ങനെ പരാതി അവളുടെ അകത്തുണ്ട്. പിന്നീടാണ് മനസ്സിലായത്, ഈ ഫ്ലീസ് ഉള്ളത് കൊണ്ട്, ഈ ക്ഷുദ്രജീവികൾ അവിടെ മുഴുവനും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ ഗോഡ്സ് അധികം അങ്ങോട്ട് വരാറില്ല. അതുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാനും ബൈബിൾ നന്നായി വായിക്കാനും പറ്റി. അപ്പം അതിനകത്തൊരു നന്മയുണ്ടായിരുന്നു. ആ നന്മയെയാണ് ബെറ്റ്സി പറഞ്ഞത്, നമുക്കത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജോയ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് are not based on circumstances but on seeing God's hand in everything. അപ്പോൾ ഈ പറഞ്ഞ സന്തോഷവും നന്ദി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് നിറയുന്ന എപ്പോഴാണെന്നറിയാമോ? സാഹചര്യങ്ങൾ കൊണ്ടല്ല. നല്ല ഭക്ഷണം കിട്ടിയപ്പോൾ സന്തോഷം, കുറച്ച് കാശ് കിട്ടിയപ്പോൾ സന്തോഷം,
അങ്ങനെയുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള സന്തോഷമല്ല നിലനിൽക്കുന്ന സന്തോഷം. പകരം ദൈവകരം ഇതിൻ്റെ എല്ലാം പുറകിലുണ്ട്. ഇന്ന് നിങ്ങൾ വലിയ കഷ്ടതയിലൂടെ പോകുന്നൊരു സമയമാണെന്നിരിക്കട്ടെ, ഞാൻ നിങ്ങളോട് പറയും, ഈ സാഹചര്യത്തിലും ദൈവത്തിന് സ്തോത്രം ചെയ്തു, നന്ദി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾ പറയും, ബ്രദറിന് അത് പറയാം, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കേ അറിയാവൂ. ഈ നരകയാതനയിൽ ഒരു സ്തോത്രവും വരില്ല ബ്രദറെ, ഒരു നന്ദിയും പുറത്തേക്ക് വരുന്നില്ല, ഒരു സ്തോത്രാർപ്പണവും വരുന്നില്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞെന്നിരിക്കും. പക്ഷേ പിൽക്കാലം പിന്നീട് ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞ് അത് നിങ്ങളുടെ ക്യാരക്ടർ മോൾഡിങ്ങിനായും ഒരു ശുശ്രൂഷ ഉരുത്തിരിഞ്ഞ് വരുവാനും വേണ്ടി കർത്താവ് അത് ഉപയോഗിച്ചാലോ. അതുകൊണ്ടാണ് പറയുന്നത്, തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൽ 23 ശേഷമാണ്, അത് മുമ്പിലാണ്, ആ ഭാഗത്ത് പറയുന്നുണ്ട്, എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി കരയറ്റുവിൻ. സോ ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്, നോട്ട് ഫോർ ഓൾ സർക്കംസ്റ്റൻസസ്. എല്ലാ സാഹചര്യങ്ങൾക്കും വേണ്ടി സ്തോത്രം ചെയ്യാനല്ല പറഞ്ഞത്, എല്ലാ സാഹചര്യത്തിലും എന്നാണ് പറഞ്ഞത്. സാഹചര്യം മോശമാണ്, എന്നാൽ ആ സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി പറയും. കാരണം ദൈവത്തിനത് നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. 5-ാമത്തെ വചനത്തിൽ, ലെറ്റ് യുവർ ജെന്റിൽനെസ് ബി എവിഡൻറ്റ് ടു ഓൾ, ദ ലോർഡ് ഈസ് നിയർ. നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയട്ടെ, കാരണം കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ജെന്റിൽനെസ് എന്ന് പറയുമ്പോൾ ഗ്രേഷ്യസ്, ബീയിങ് കൺസിഡറേറ്റ്, പേഷ്യൻസ്, സോഫ്റ്റ്നെസ്, എക്സെട്ര എക്സെട്ര. അതാണ് ജെന്റിൽനെസ്, സാവധാനത എന്ന് പറയുന്നത്. ജെന്റിൽനെസ്, ഒരു മാന്യത എന്ന് വച്ചാൽ ഒരു വളരെ കൃപയോടുകൂടിയ, വളരെ മനസ്സലിവുള്ള, വളരെ ദീർഘക്ഷമയുള്ള, വളരെ സോഫ്റ്റായ ആ ഒരു ഭാവമാണ് ജെന്റിൽനെസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജെന്റിൽനെസ് എല്ലാവരും അറിയട്ടെ. ഓർക്കുക, ജീസസ് ഈസ് ജെന്റിൽ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28, 29, 30 ആ ആശയമാണ് വരുന്നത്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനും ആകയാൽ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ, ബി കംപ്ലീറ്റ്ലി ഹംബിൾ ആൻഡ് ജെന്റിൽ, ബി പേഷ്യൻറ്റ്, ബെയറിംഗ് വിത്ത് വൺ അനദർ ഇൻ ലവ്. അവിടെയും ഇതേ കാര്യം ഇതേ പൗലോസ് അപ്പോസ്തലൻ ഊന്നി പറയുന്നുണ്ട്. നിങ്ങൾ വളരെയധികം താഴ്മയുള്ളവരും വിനയമുള്ളവരും ഒക്കെ ആയിരിക്കണം, ദീർഘക്ഷമയുള്ളവരായിരിക്കണം, മറ്റുള്ളവരെ സ്നേഹത്തിൽ താങ്ങുന്നവരായിരിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കൊലോസ് ലേഖനം 3:13, bear with each other and forgive one another. If any one of you has a grievance against someone, forgive as the Lord forgave you. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ പരസ്പരം ഭാരങ്ങളെ ചുമക്കണം, പരസ്പരം ക്ഷമിക്കണം. അപ്പോൾ പലർക്കും കൂട്ടായ്മയിൽ നിലനിൽക്കുമ്പോൾ, പ്രാർത്ഥനാ കൂട്ടത്തിൽ മുന്നിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചില വേദനകളും ഹേർട്സും എല്ലാം കിട്ടും. അതൊക്കെ ഇതിലുള്ളതാണ്. എന്നാൽ ആ സമയത്ത് പതറിപ്പോകാതെ വളരെ വിനയത്തോടുകൂടി നിങ്ങൾ നിലനിൽക്കുക. തീത്തോസ് 3:2, ടു സ്ലാൻഡർ നോ വൺ, to be peaceable and considerate, and always to be gentle toward everyone. എല്ലായിടത്തും ഒരു സമാധാനത്തോടുകൂടെ മറ്റുള്ളവരെയും പരിഗണിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് എല്ലാവരെയും കർത്താവിലേക്ക് കൊണ്ടുവരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ജെയിംസ് ചാപ്റ്റർ 3:17 പറയുന്നത്, ബട്ട് ദ വിസ്ഡം ദറ്റ് കംസ് ഫ്രം ഹെവൻ ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ പ്യൂർ, ദെൻ പീസ് ലവിങ്, കൺസിഡറേറ്റ്, സബ്മിസീവ്, ഫുൾ ഓഫ് mercy and good fruit, impartial and sincere. അവിടെയും വളരെ വ്യക്തമായി പറയുന്നത്, ദ വിസ്ഡം ദറ്റ് കംസ് ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ജ്ഞാനം വളരെ നിർമ്മലമാണ്, സമാധാനം ഇഷ്ടപ്പെടുന്ന, പീസ് ലവിങ് ആണ്, അതുപോലെ വളരെയധികം സബ്മിസീവ് ആയിരിക്കും, താഴ്മയുള്ളവരായിരിക്കും, കരുണ നിറഞ്ഞതായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ ഓർക്കണം, ആ ജെന്റിൽനെസ് ആ വ്യക്തിയിൽ കൂടി കൊള്ളുന്നുണ്ട്. പിന്നെ പറയാണ്, ദ ലോർഡ് ഈസ് നിയർ, ഇതാ കർത്താവ് വരുവാനടുത്തിരിക്കുന്നു. 1 കൊരിന്ത്യർ 16:22 കാണുന്ന ഒരു വാക്കുണ്ട്, മറാനാഥ. മറാനാഥ അതിന് സിമിലർ ആയിട്ടുള്ള അവർ ലോർഡ് ഈസ് കം, കർത്താവ് യേശുവേ വരണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നത്, കർത്താവ് വരുമ്പോൾ നമ്മൾ ഇതുപോലെ മനസ്സലിവുള്ളവരും താഴ്മയുള്ളവരും സൗമ്യത ഉള്ളവരുമായി ഒരുങ്ങിയിരിക്കണം എന്നാണ് പൗലോസ് നമ്മളോട് പൗലോസ് പറയുന്നത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.
കർത്താവ് ഇന്ന് വചനം കേട്ട് എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് തലയുടെ ഒരു സൈഡിൽ ഇങ്ങനെ വേദനയുള്ള ആരോ കർത്താവ് സൗഖ്യമാക്കണേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലും സൗഖ്യവും ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. നിങ്ങൾ ഏത് രോഗമാണെങ്കിലും അവിടെ കൈവയ്ക്കുക. കർത്താവെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, സാമ്പത്തിക വിടുതലുകൾ ഉണ്ടാകട്ടെ. ഏത് വിഷയത്തിലും കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless you all. See you tomorrow. Bye-bye.